പണിക്കാർക്ക് കൊടുക്കാനുള്ള പൈസ ലാഭിക്കാൻ വേണ്ടി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോ ദയ തോന്നി ചോദിച്ചതാണേ. അതേടി, ഞാൻ ലാഭിച്ച് സ്വരുക്കൂട്ടി വെച്ചിട്ടാണ് ഈ 5 ഏക്കർ ഭൂമിയും പറമ്പൊക്കെ ഉണ്ടാക്കിയത്. അരിഷ്ട സ്ഥലം. ഓ, ദയവ് ചെയ്ത് ആ കഥ ഇനി പറയരുത്. ഞാൻ പിള്ളേർ ഇത് കേട്ട് കേട്ട് മടുത്തു. ഈയിടെയായിട്ട് ജോർജ് കുട്ടിക്ക് പൊങ്ങച്ചം പറച്ചിൽ ഇച്ചിരി കൂടുതലാണ്. പൊങ്ങച്ചമല്ല, അനാഥനായി ജനിച്ച എന്റെ അഭിമാനമാണ്. 4ാം ക്ലാസ് ജയിച്ച എന്നെ 10ാം ക്ലാസ് തോറ്റ് നീ കളിയാക്കുന്നു. എന്നിട്ട് 4ാം ക്ലാസ് ജയിച്ച എന്റെ പണം കൊണ്ട് ഞാൻ സമ്പാദിച്ചെല്ലാം നീ അത് ഷോപ്പിംഗ് ചെയ്ത് തീർക്കുന്നു. കുട്ടിയുടെ പറച്ചിൽ കേട്ടാത്തോന്നും ഞാൻ ആഴ്ചയിൽ ഷോപ്പിങ്ങിന് പോകണമെന്ന്. വർഷത്തിൽ 1 or 2 ഇച്ചിരി തുണി വാങ്ങും. അതാണ് ഇത്ര വലിയ ആനക്കാര്യം, ഇത്ര വലിയ ഷോപ്പിംഗ്. എന്നാ പിന്നെ ഞാൻ അതും വേണ്ടെന്ന് വെക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ തുണി ഇല്ലാതെ നടക്കാം. എന്താ വിളിക്കാൻ? ഞാനിപ്പോ ആലോചിക്കുന്നു, എന്ത് നീ ഇങ്ങനെ തുണിയില്ല. അയ്യേ, ഇങ്ങനെ ഒരു വൃത്തികെട്ട മനുഷ്യൻ. ഞങ്ങൾ ഇനിയും അവന് വേണ്ടി കാത്തു നിൽക്കണോ? ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം ഉണ്ടാവില്ല. എനിക്ക് മനസ്സിലാവും. നിങ്ങൾ വലിയ മനുഷ്യരാണ്. നിങ്ങളുടെ അത്രയും ഹൃദയവിഷാദം കാരണം ഞാൻ സാധാരണക്കാരൻ. എന്റെ ഭാര്യയും മക്കളും ഉണങ്ങുന്ന ഒരു കൊച്ചു ലോകമാണ് എന്റെ ലോകം. അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം പോലെ നോക്കില്ല. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു ജീവിതം. നിങ്ങളുടെ യാചന ഞങ്ങളുടെ യാചനകളൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. പറ്റിയ ചെറിയൊരു കയ്യൊപ്പത്തും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള ഉറപ്പോടെ എന്നേക്കുമായി ആ തുതിയെ മയക്കയച്ചു. മനഃപ്രബോധനത്തിൽ കൂടി നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ. അവിടെ എന്റെ മുന്നിൽ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നു. അവിടെ എന്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് കൊടുക്കും.